പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം തിരുവചനം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നമ്മുടെ വിശ്വാസത്തിന് ആനന്ദവും അർത്ഥവും ഉണ്ടാകുന്നത് ഈശോയുടെ ഉയർപ്പിലാണ്. മരണത്തിനപ്പുറവും കർത്താവ് നമുക്ക് വേണ്ടി ഉത്ഥാനമെന്ന ആ വലിയ മഹത്വം ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും അനുദിനം മുന്നോട്ട് പോവുക. ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ആനന്ദം നൽകുന്ന വിശ്വാസമാണ്. ഏതൊരു വീഴ്ചയ്ക്ക് അപ്പുറവും ഏതൊരു പരാജയത്തിനപ്പുറവും ഒരു ഉയർപ്പുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈശോ നമുക്ക് തരിക. ഇങ്ങനെ ഉയർപ്പിനെ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒന്നുണ്ട്, അത് ഹല്ലേലൂയ ഗീതികളാണ്. ഏതൊരു പ്രതിസന്ധിയിലും കർത്താവിൻ്റെ തിരുമുമ്പിൽ ഹല്ലേലൂയ പാടാൻ നമുക്ക് സാധിക്കുക ഈ ഉയർപ്പിനെ സ്വപ്നം കാണുമ്പോഴാണ്. വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെയാണല്ലോ പറഞ്ഞു വെച്ചത്: We are an Easter people and Hallelujah is our song. നമ്മളെല്ലാവരും ഉയർപ്പിൻ്റെ ജനമാണ്, ഹല്ലേലൂയ ആണ് നമ്മളുടെ ഗാനം. അനുദിനം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവിൻ്റെ തിരുമുമ്പിൽ നന്ദിയോടുകൂടെ ഹല്ലേലൂയ പാടുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈശോയുടെ ഉയർപ്പ് നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണമായി മാറണം. നമുക്കും ഈശോയുടെ ഉയർപ്പിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുദിനം ക്രമീകരിക്കാനും ഏതൊരു സഹനങ്ങളുടെ നടുവിലും കർത്താവിന് നന്ദി പറയുവാനായിട്ടുള്ള മനസ്സ് നമ്മളിൽ രൂപപ്പെടുവാനുമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.